കാർഷികേതര മേഖലകളിൽ വിവിധ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നബാർഡ് വിവിധ പദ്ധതികൾ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാണ് ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, മൈക്രോ എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം തുടങ്ങിയ പദ്ധതികൾ. നബാർഡ് പീപ്പിൾ ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന വഴി 2021-22 ലൈവ് സ്റ്റോക്ക് ബേസ്ഡ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്, മൃഗസംരക്ഷണ മേഖലയിലെ സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി 60 ചെറുകിട കർഷകർക്ക് LEDP പദ്ധതി നടപ്പിലാക്കിയുണ്ടായി. പീപ്പിൾ ഫൗണ്ടേഷൻ അത് നന്നായി ഇംപ്ലിമെന്റ് ചെയ്തു. പരിശീലനത്തെ കുറിച്ച് അറിഞ്ഞത് ഞാനൊരു വാട്സപ്പ് കൂടെ അറിഞ്ഞ, പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കൊരു വാട്സപ്പിൽ കൂടെ കിട്ടിയതാണ്. അപ്പോൾ എനിക്കൊരാൾ വിട്ട് തന്നിട്ട് പറഞ്ഞ് ഇത് എനിക്ക് പറ്റിയൊരു പരിശീലനമാണ്, ഇതിൽ പങ്കെടുത്തോളൂ എന്ന് പറഞ്ഞു. അതിന് ഞാൻ മഞ്ചേരി ഫസ്റ്റ് തന്നെ അവരെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ആ ക്യാമ്പിൽ പോയിരുന്നു. അപ്പോൾ ആ ക്യാമ്പിൽ ചെന്നതിൻ്റെ ശേഷം അവർ എൻ്റെ രേഖകളും പിന്നെ എന്തൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചറിഞ്ഞ് അങ്ങനെ എന്നെ ആ പരിശീലനത്തിൽ പങ്കെടുപ്പിക്കാമെന്ന് പറഞ്ഞു. ഈ പരിപാടിയുടെ, ഈ പദ്ധതിയുടെ സവിശേഷമായ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രാഥമിക ഘട്ടം മുതൽ നബാർഡ് ഫോളോ ചെയ്യാൻ നിർദ്ദേശിച്ച ഗൈഡ് ലൈൻ കൃത്യമായി ഫോളോ ചെയ്തു എന്നതാണ്. ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ ശേഷമാണ് മാറ്റങ്ങൾ ഉണ്ടായത്. ആദ്യം ഞാൻ തുടക്കത്തിൽ 2-3 ആടിനെ വളർത്തിയെന്നൊന്നും എനിക്ക് അതിലൊരു കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഈ ഒരു കാര്യത്തിൽ കൊണ്ടാണ് എനിക്ക് എല്ലാ ഇത് അറിഞ്ഞത്. അവിടെയൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മെൻറ്ററിംഗ് ഹാൻഡ് ഹോൾഡിംഗ് സർവീസിൽ ഫാം സൈറ്റ് കൺസൾട്ടേഷൻ എന്ന ഒരു പുതിയ ആശയം ഈ പദ്ധതിയുടെ ഭാഗമായി പീപ്പിൾസ് ഫൗണ്ടേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു. വിസിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല വിസിറ്റിങ്ങിന് വന്നതെന്നും കൂടിയിട്ട് അവർ അറിവില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മീറ്റിങ്ങിനൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ ഒരു മീറ്റിങ്ങും ഒഴിവാക്കില്ല, എല്ലാ ക്ലാസ്സിലും ഞാൻ പങ്കെടുക്കലുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ടും കൂടെ അവർ നല്ലൊരു ട്രെയിനിങ് ആണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് റിഫ്രഷർ ട്രെയിനിങ് എന്ന് പറയുന്ന പദ്ധതിയാണ്. ഈ റിഫ്രഷർ ട്രെയിനിങ്ങിന് ശേഷം കർഷകരെ പൂർണ്ണമായും നമ്മൾ അവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നതിന് വേണ്ടിയാണ്. റിഫ്രഷർ ട്രെയിനിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന വലിയൊരു ആവശ്യമായിരുന്നു പാലിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഓഫ് മിൽക്ക് എന്ന ഒരു മേഖല കൂടി ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന ആശയം. ഡെയിലി ഇപ്പോൾ ഒരു 100 ലിറ്റർ പാൽ കൊണ്ട് നമ്മൾ സാധനം ഉണ്ടാക്കുന്നു. അതിൽ നമ്മൾ തൈരാക്കുന്നുണ്ട്, മോരാക്കുന്നുണ്ട്. ഒരു 10-30 ലിറ്റർ മോരാക്കുന്നുണ്ട്, ബാക്കി തൈര്. ഒരു 150 പേക്ക് പേക്കിങ്ങാണ്, ബാക്കി കെട്ടുതൈര്. ഈ LEDPയിലൂടെ നമ്മൾ സംയോജിത കൃഷി എന്ന പദ്ധതി കൃത്യമായി കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതാണ് സവിശേഷത. ഡയറിയോടൊപ്പം തന്നെ പൗൾട്രിയും അതോടൊപ്പം തന്നെ കാട എന്ന് പറയുന്ന മേഖലയും ഫിഷിങ്ങും അതുപോലെ തന്നെ ഗോഡ് ഫാമിങ്ങും ഒക്കെ സംയോജിതമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് LEDPയുടെ ഏറ്റവും വലിയ സവിശേഷത. പോയി ഒരു ചെറുതായി കൊണ്ടുവന്ന് തരും, ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന് തരും. നമ്മൾ ഒരു 40 ദിവസം നമ്മൾ നോക്കി കൊടുക്കണം. അവർ തീറ്റി പോലെ കൊണ്ടുവന്ന് തരും, നമ്മൾ കുട്ടികളെ കൊണ്ടുവന്ന് തരും. ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ ചെയ്യണം. ഒരു രാവിലെ ഒരു 25 ലിറ്റർ, വൈകുന്നേരം കുറവാണ്, വൈകുന്നേരം ഉണ്ടാവും ഒരു 15 ലിറ്റർ, 15 ലിറ്റർ. അത് പിന്നെ കുറേ വീടുകളിലാണ് കൂടുതലും, രാവിലത്തെ ഒക്കെ വീടുകളിൽ തന്നെയാണ് കൊടുക്കുന്നത്. വിപണനം ഞങ്ങൾ ഇവിടെ ഒന്നാമത് കോയിൻ്റെതാണെങ്കിൽ നാടൻ കോഴിയാണ്, അത് മുടൻ്റെ കാര്യങ്ങളാണ്. 12 റുപ്യ ഒരു മുടക്ക് കിട്ടും. പിന്നെ ആട്ടിൻ്റെ തന്നെ ആട്ടുംപാൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ആട്ടിറച്ചിക്കാണെങ്കിൽ ഞങ്ങൾ കുറച്ച് പ്രായം കഴിഞ്ഞാൽ ആടിനെ ഇറച്ചിക്ക് കൊടുക്കുകയാണ്. എല്ലാം കൊണ്ടും ലാഭമാണ്. 45-ലധികം നല്ല ക്ഷീര കർഷകരും സംയോജിത കർഷകരും ഈ പദ്ധതിയിലൂടെ ഉണ്ടായി എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത. സമൂഹത്തിൻ്റെ ശാക്തീകരണമാണ് പീപ്പിൾ ഫൗണ്ടേഷൻ അതിൻ്റെ പ്രവർത്തന ലക്ഷ്യമായി പ്രധാനമായും ഊന്നി പറഞ്ഞിട്ടുള്ളത്. അതിന് എല്ലാ അർത്ഥത്തിലും അതിനോട് യോജിച്ച് നിൽക്കുന്ന 2 പ്രോജക്റ്റുകൾ എന്ന നിലക്കാണ് നബാർഡ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന MEDPയും LEDPയും ഏറ്റെടുത്ത് നടത്താൻ പീപ്പിൾ ഫൗണ്ടേഷനെ പ്രേരിപ്പിക്കുന്നത്.